ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ പോളണ്ടിലെ കൃഷ്ണ ടെമ്പിളിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എൻട്രൻസ് ആണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഗരുഡനെ കാണാം. ഇത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു അമ്പലമാണെന്ന് എനിക്കറിയത്തില്ല. കാം ആൻഡ് പീസ്ഫുൾ പ്ലേസ് ആണിത്. ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ കുറച്ച് വേറെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ ഉള്ളിൽ നല്ല പ്ലേസുകളൊക്കെ കാണാം കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഭഗവാന്മാർക്ക് അർപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ് ഈ ജമന്തി. സബർജില്ലി പോലത്തെ ഒരു ഫ്രൂട്ടാണ് ഇത്. ഇത് നമ്മുടെ ടെമ്പിളിൻ്റെ അകമാണ്. ടെമ്പിളിൻ്റെ അകത്തുള്ള ഓരോ ഫോട്ടോസൊക്കെയാണ്. നമ്മുടെ ഇന്ത്യൻസ് തന്നെയാണ്. ഇത് സരസ്വതി താക്കൂറ ആളുടെ പേരാണ്. ഇത് ബാബാ സാഹിബ് മഹാരാജ് അങ്ങനെയാണ് ആളുടെ പേര് കേൾക്കുന്നത്. സരില ഭക്തിവിനോയ താക്കൂറ മഹാപ്രഭു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമുക്കറിയാലോ സ്വാമി പ്രഭുപാദ. ഞാനിവിടെ വന്നപ്പം എനിക്കിങ്ങനെ കുറേ ആൾക്കാരെ നമ്മുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ ആൾക്കാരെ എനിക്കറിയില്ല എൻ്റെ ഹിസ്റ്ററിയൊക്കെ. പക്ഷേ ഇവരിവിടെ ഇങ്ങനെയൊക്കെ പൂജിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ കൃഷ്ണനും രാധയും, നമ്മുടെ സ്വന്തം കൃഷ്ണനും രാധയും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കണ്ടപ്പോൾ എന്തോ മനസ്സിലൊരു വല്ലാത്ത ഫീലിങ്സ്. ഇതാണ് ഇവിടുത്തെ പ്രാർത്ഥിക്കുന്ന പ്രതിഷ്ഠ. ഇവർ വെച്ചിരിക്കുന്നത് നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ തന്നെയാണ്. വേറൊരു രൂപം തന്നെ ഇവരിങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇവരിവിടെ തുളസിത്തറ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നരസിംഹമൂർത്തി എന്നാണ്. അതായത് ഇവിടെ പേയ്മെൻറ്റ് ചെയ്താലും നമുക്ക് ഈ തുളസി തൈകൾ നമുക്ക് ചട്ടിയായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. ആ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുളസിയുടെ നല്ല മണം. നമ്മുടെ അമ്പലത്തിൻ്റെ മാർക്കറ്റൊക്കെ കാണത്തില്ല, നമ്മുടെ പട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. കയ്യിൽ കിട്ടുന്ന ചരട്, പുസ്തകങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും. ഇത്രയാണ് ഇതിൻ്റെ എൻട്രൻസും. ഇതിൻ്റെ അകത്തെ ഇതൊരു ഹാള് പോലും ഇങ്ങനെ വെച്ചിട്ട് ഈ ഹാളിൽ ഓരോരോ നമ്മുടെ അർജുനനും കൃഷ്ണനും അവർ യുദ്ധസമയത്ത് നടത്തിയ നമ്മുടെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓരോരോ വാക്യങ്ങളൊക്കെ പറയുന്നത്. അതാണ് ഇത് അവർ പിക്ചറാക്കി വെച്ചേക്കുന്ന ആ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ എത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ അകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഹാള്. ഇതിൻ്റെ അകത്തൊരു ടെമ്പിൾ പോലെ എന്ന് പറയാൻ പറ്റില്ല, ഇവരിങ്ങനെ ഒരു ടെമ്പിളാക്കി എടുത്തിരിക്കുക ഇത് സംഭവം. ഇതാണ് സംഭവം. പക്ഷെ എന്നാലും ഒരു പീസ്ഫുൾ ഏരിയ ആണ്. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഒരു വെറൈറ്റി, നമുക്ക് മനസ്സിനെ കുറിച്ചൊരു സന്തോഷം, സമാധാനം, എന്തൊക്കെയോ ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്ന ഒരു പീസ്ഫുൾ ഏരിയ. അത്രയൊക്കെ.